ഒരു കൈക്കുമ്പിൽ നിറയെ മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാൾ. എണ്ണത്തിലല്ല, ചെയ്യുന്ന പാട്ടുകളുടെ എണ്ണത്തിലല്ല, അത് പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോഴും അതിനെ ഓർത്ത് വെക്കുമ്പോഴുമാണ് വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അത്തരത്തിലൊരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഒരുപാട് ഹിറ്റ് മൂവീസിലൂടെ ഹിറ്റ് സോങ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, ഇപ്പോഴും സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്ന ദ ഹിറ്റ് മേക്കർ, ദ റെനൗൺഡ് മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ കൂടെ പങ്കുവെക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ആൻഡ് വെൽക്കം രാഹുൽ ഏട്ടാ. നമസ്കാരം, താങ്ക് യു. വെൽക്കം ടു അറോറ മീഡിയ. ഫസ്റ്റ് സോങ്ങിൽ ഇത്രയൊരു റെസ്പോൺസിബിലിറ്റി അൻവർ റഷീദ് എന്ന് പറയുന്ന ഡയറക്ടർ ഏൽപ്പിക്കുക. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി രണ്ട് എന്താ പറയാ മോഡായിട്ട് അതിനെ പ്രസന്റ് ചെയ്യുക. അതിലെല്ലാ സോങ്സും ഹിറ്റാണ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഈ സോങ്. അപ്പൊ എന്റേന്ന് മാത്രമല്ല ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ്സിൽ ഒന്നാണ് ഈ സോങ്. അപ്പൊ എന്താണ് അന്നത്തെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയാനുള്ളത്? കൈ കിട്ടിയപ്പോ ദൈവമേ ഞാൻ എന്ത് ചെയ്ത് കളയുമെന്ന് വിചാരിച്ചോ? റെസ്പോൺസിബിലിറ്റിയുടെ വ്യാപ്തി അറിയാത്തതുകൊണ്ടായിരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇത്ര ഭീകര സംഭവമാണെന്ന് നമ്മൾ ചിന്തിക്കാത്തൊരു എനിക്ക് ആ ഒരു പ്രായമാണ്, ആ ഏജാണ്. അതായത് എന്തെങ്കിലും ചെയ്യണം, ചെയ്ത് കാണിക്കണം, പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാശിയോടെ നടക്കുന്ന ഒരു സമയമില്ലേ. അപ്പോൾ അവിടെ വാട്ട് എവർ കംസ് അവിടെ ഗിവ് യുവർ ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു മൈൻഡിലാണ് പോണത്. അപ്പൊ ഇതൊരു ഇത്ര വലിയൊരു റെസ്പോൺസിബിലിറ്റി എന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷേ പണിപാളിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിനെ പറ്റി അങ്ങനത്തെ ഒരു ഓപ്ഷനെ മുമ്പിലില്ല. കാര്യം പറയുക, നമ്മൾ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊടുക്കുക, ഡിസ്കസ് ചെയ്യുക. ഇപ്പൊ കഥയുടെ ഒരു കഥാപശ്ചാത്തലം പറയുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒരു പാട്ടായാലോ എന്ന് പറഞ്ഞിട്ട് തല എന്ന് പറഞ്ഞ് വെറുതെ ഒരു ട്യൂണിങ്ങിന് പാടി അത് ഫിക്സ്, അങ്ങനെയാണ് അത് തുടങ്ങണം. അത് ഓക്കെയാണ്, നമുക്ക് ആ ഒരു റേഞ്ച് മനസ്സിലാവും. അത്രയും ഒരു ഹൈ വോളിയം അല്ലെങ്കിൽ അത്രയും നിൽക്കുന്ന ഒരു സോങ്ങിന്റെ ഇടയിൽ രണ്ട് ഇമോഷൻസും കൊണ്ടുവരണം. അത് സിനിമയ്ക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. ഡയറക്ടർ ഇങ്ങനെ അൻവറോ ഇങ്ങനെ പറഞ്ഞു, എടാ ഇതിനിടയിൽ ലാലേട്ടന്റെ ക്യാരക്ടറിന് സിസ്റ്റേഴ്സ് ആയിട്ടുള്ള സ്നേഹം കാണിക്കണം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ഒരു റിലേഷൻ കാണിക്കണം. അതൊക്കെ ഒരു സോഫ്റ്റ് സൈഡ് ഉണ്ട്. ഈ അടിപൊളിയായിട്ടൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഈസ് എ വെരി സോഫ്റ്റ് ഗൈ ഇൻസൈഡ്. അത് കാണിക്കാനുള്ളൊരു സംഭവം എവിടെയെങ്കിലും വേണം. ഈ ഫാസ്റ്റ് നമ്പറിന്റെ ഇടയിൽ കൂടെ നമ്മൾ അത് കേട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പേസ് വരും. അതൊന്നും എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു അങ്ങനെ പറഞ്ഞൊരു സംഭവമാണ് അവസാനം വരൂ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു ചെറിയൊരു അതിൽ നിന്നൊരു ഡി റൂട്ട്, നമ്മളിങ്ങനെ ഒരു യാത്ര പോകണമെങ്കിൽ നമ്മൾ സർവീസ് റോഡിലോട്ട് കയറി ഒന്നും കൂടെ തിരിച്ചു വരണ പോലെ അങ്ങനെ ഒരു സാധനം ചെയ്യാം. വേറൊരു സംഭവം ചെയ്തിട്ട് നമുക്ക് തിരിച്ച് അതിലോട്ട് കൊണ്ടുവരാം. അതൊക്കെ നീ എങ്ങനെ വേണം ചെയ്യും, പക്ഷെ സംഭവം എനിക്ക് ഈ ഒരു ഇമോഷൻ കിട്ടണം. അപ്പൊ ഈ ഒരു ചലഞ്ച് ഡയറക്ടർ മുന്നിലോട്ട് ഇട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മള് നാച്ചുറൽ പ്രോസസ്സിൽ ഇപ്പൊ ഞാനൊരു ഇൻഡിപെൻഡന്റ് സോങ് ഉണ്ടാക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഇപ്പൊ പറഞ്ഞൊരു അതൊരു ഡ്രം ആൻഡ് ബേസ് ജോണറാണ് ആ പാട്ട്. തല ഒരുപക്ഷെ ആദ്യത്തെ ഡ്രം ആൻഡ് ബേസ് ജോണറിലുള്ള പാട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിനുമുമ്പ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല മലയാളത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ജോണറിൽ നമ്മളൊരു പാട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ പിടിച്ചേ പോവുള്ളൂ. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ ഒരു മെലഡി പോർഷൻ വരും എന്നുള്ളത് ഒരു ചലഞ്ച് നമ്മുടെ മുന്നിലേക്ക് എടുത്ത് ഒരാൾ ഇട്ട് തരുമ്പോഴാണ് ഓക്കെ അതിനി അതെങ്ങനെ ടാക്കിൾ ചെയ്യും എന്നൊരു കാര്യം വന്നത്. അതെല്ലാം അങ്ങനെ തന്നെ, എല്ലാം ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് പോയത്. എനിക്ക് അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മൾ ആ ടൈറ്റിൽ ട്രാക്ക് ആണെന്ന് തോന്നുന്നു. അതാണ് ആദ്യം ചെയ്ത ട്രാക്ക്. ഇപ്പൊ ഈ അവസരം കിട്ടാനുള്ള കാരണം, ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് അൻവറിനെ മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതാണ് കഥാപശ്ചാത്തലം. ഛോട്ടാ മുംബൈ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടെ നടക്കുന്ന മറ്റേ ഗ്യാങ്ങുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് മുംബൈ എന്ന് പറഞ്ഞൊരു സാധനം, അപ്പൊ ആ സമയത്ത് മറ്റേ അവിടുത്തെ മുംബൈയിലുള്ള അധോലോക സംഭവങ്ങളുടെ ഒക്കെ ചെറിയൊരു വേർഷൻ. പക്ഷെ ഇതില് ഫൺ എലിമെന്റും ഉണ്ട്. അത് ഭയങ്കര ഭീകരന്മാരൊന്നുമല്ല, അവന്മാര് ചെറുകിട തരികിട പരിപാടികളൊക്കെ ചെയ്ത് നടക്കുന്ന സംഭവമാണ്. അപ്പൊ അതിലെങ്ങനെ നമുക്ക് ഒരു ടൈറ്റിൽ ട്രാക്ക് ഉണ്ടാക്കണം. അപ്പൊ ചോട്ടാ മുംബൈ, ചോട്ടാ ചുട്ട മുംബൈ എന്ന് പറഞ്ഞൊരു സാധനം. അതാണ് ഈ പറഞ്ഞ പോലെ തന്നെ അതിലും ആ ഇമോഷൻ വേരിയേഷൻ ഉണ്ട്. അതിൽ ഈ പറഞ്ഞ അമ്മയുടെ ഒരു സാധനം, അമ്മ മരിച്ചുപോയി, അല്ല അമ്മയുടെ ഒരു ഫോട്ടോയൊക്കെ കാണിക്കും, അല്ലെങ്കിൽ അതിൽ അച്ഛൻ അതിനെ നോക്കി സങ്കടപ്പെടുന്നത്. ഇതൊക്കെ ഡയറക്ടേഴ്സ് നറേറ്റീവിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ പാട്ട് മൊത്തം എനർജിയാണ് എന്ന് നമുക്ക് തോന്നിയില്ല. അതിന്റെ ഒപ്പം ഇറങ്ങി ഇങ്ങനെ. ഒരു പാട്ടും കൂടെ എനിക്ക് എടുത്തു പറയണം. എനിക്ക് അറിയില്ല, പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് ഇത് അറിയോന്ന് എനിക്കറിയില്ല. പൂനില മഴ നനയും, ഈ പാട്ട് ഈ സിനിമയിലാണെന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയില്ല. ട്രാക്ക് സോങ് ആണ് അല്ലല്ല, അത് ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെ ചെയ്തതാണ്. ഒരു റൊമാൻറ്റിക് ട്രാക്ക്, ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ, ലീഡ് ക്യാരക്ടേഴ്സ് തമ്മിൽ, ലീഡ് പേര് തമ്മിൽ വേണം.
പക്ഷെ അത് അപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട് അൻവറിന്, ഡയറക്ടറിന്. ഷൂട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെല്ലാം ഭയങ്കര ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ഓരോ സ്റ്റേജിലും ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെ എടുക്കുമോ, അല്ലെ പ്രേക്ഷകൻ ഇങ്ങനെ എടുക്കും, അല്ലെ ആ രസം പോകുമോ, അല്ലെങ്കിൽ അതിന്റെ ഫൺ പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അവസാനം ഇത് ഷൂട്ട് ചെയ്യണ്ട, കാരണം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും സോ മച്ച് എക്സ്പെൻസ്, ആ ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ അത് ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ അതിനു മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് ട്രൈ ചെയ്യാം, ഞാൻ നോക്കാം, പക്ഷെ എന്നാലും എനിക്കൊരു നീ ഒരു ബെസ്റ്റ് ലവ് സോങ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും എനിക്കത് തന്ന് ചെയ്യാൻ പറ്റി. പക്ഷെ ചേട്ടനത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്തതിന് എന്തെങ്കിലും നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ബാക്കിയൊക്കെ അതിന് പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഈ ഒരു പരാതി അതിൽ ഒരു പ്രസക്തി ഇല്ലാത്തൊരു പരാതി. സിനിമയുടെ ഒരു കാര്യം അതാണ്. സിനിമയുടെ ഒരു ഈഗിൾസ് ഐ വ്യൂവില് ആകെത്തുകയില് ചെറിയ സങ്കടങ്ങളോ അല്ലെങ്കിൽ ചെറിയ പരാതികൾക്കൊന്നും പ്രസക്തിയില്ല. ആസ് എ ഹോൾ സിനിമയിൽ എന്ത് വർക്കാവുന്നു, വാട്ട് വർക്ക്സ് ഫോർ ദ മൂവി എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇതെടുത്തില്ല അതെടുത്തില്ല, എന്റെ ശബ്ദം കൂടുതൽ കേട്ടില്ല, കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. അതെ, അപ്പൊ ടൈറ്റിൽ ട്രാക്ക് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ മരക്കാർ മൂവി ആണെങ്കിലും ആ ഒരു BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിട്ടുള്ളത്, അതും ആ ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്യപ്പെടണം എന്നുള്ള രീതിയിൽ സാർ പറഞ്ഞത്. അങ്ങനത്തെ ഒരു നമ്മുടെ ഒരു ഗ്ലോബൽ ഫിലിം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിലൊരു സൗണ്ട് എങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മുടെ ഒരു റീജിയൽ ഫ്ലേവർ വേണം, അതേസമയം കഥാ പശ്ചാത്തലത്തിലുള്ള അവരുടെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ വേണം. എന്നാലും ഇറ്റ് ഷുഡ് സൗണ്ട് വെരി ഒരു പുറത്തുള്ളൊരു സാധനം പ്രൊഡക്ഷൻ കാണുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടാവണം. ഈ BGM ആണോ അതോ ഈ സോങ് ഡിഫറെന്റ് ആയിട്ട് അത് സ്പെഷ്യൽ ആയിട്ട് കമ്പോസ് ചെയ്യാനാണോ, ഏതാ ടഫ് ആയിട്ട് തോന്നിയിട്ടുള്ള ചേട്ടനാണ്? ടഫ് അങ്ങനെയൊന്നുമില്ല. സിനിമയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്നത് സ്കോർ തന്നെയാണ്, BGM തന്നെയാണ്. പാട്ടുകൾ ഓഫ് കോഴ്സ് നമുക്ക് എപ്പോഴും പലപ്പോഴും ഒരു ട്രാൻസിഷണൽ ഫേസ് വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഒരു ക്യാരക്ടറിന്റെ ട്രാവൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ചേഞ്ച് ഓവർ, അവിടെ ആണ് എപ്പോഴും പാട്ട് വരുന്നത്. സാധാരണ പാട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ഷിഫ്റ്റ് ഉണ്ടാവാറുണ്ട്, പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാവും കഥയിൽ. അപ്പൊ അതിനാണ് പാട്ടിന്റെ പ്ലേസ്മെന്റ്. അപ്പൊ അത് പക്ഷെ സിനിമയുടെ സംഗീതം എന്ന് പറയുന്നത്, എന്റെ ആത്മാവ് എന്ന് പറയുന്നത് തീർച്ചയായും സ്കോറാണ്. പക്ഷെ സോങ്സ് ആർ ഓൾവേസ് മൈൽ സ്റ്റോൺസ്. നമ്മളൊരു സ്ഥലത്തെത്തി, ഓക്കെ നമ്മൾ അവിടെ പോകുന്ന വഴി ഇതാണ് ടോൾ ഗേറ്റ് എത്തി ഒന്ന് റിലാക്സ് ചെയ്ത് അവിടെ നിന്ന് അപ്പുറത്ത് പോയിട്ട് അവിടെ ഒരു ധാബയുണ്ട്, അത് അടുത്ത പാട്ട്. പിന്നെ ട്രാൻസിഷണൽ എലിമെന്റ്സ് ആണ്. പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ ഈ കാലത്ത് ആണെങ്കിലും എല്ലാ കാലത്താണെങ്കിലും പ്രൊമോഷണൽ ടൂളായിട്ട് നമുക്ക് സ്കോറിനേക്കാളും കൂടുതൽ, കാരണം നമുക്ക് സംസാരിക്കുന്ന നമ്മുടെ ഭാഷ അല്ലെങ്കിൽ ലിറിക്സ് പോയട്രി ഒക്കെ വരുന്നത് പാട്ടിലാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് ആളുകളോട് ഒരു പ്രൊമോഷണൽ ടൂൾ എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മ്യൂസിക് സോങ്സ് തന്നെയാണ്. അതാണ് നമ്മുടെ സിനിമയുടെ ഒരു പ്രത്യേകത. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ബട്ട് on a different plane ആണ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ഹോട്ട് ടോപ്പിക്, അത് നാരായണീന്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞത്. നാരായണീന്റെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മലബാർ അല്ലെങ്കിൽ കോഴിക്കോട് സൈഡിൽ നടക്കുന്ന ഒരു കഥയാണ് മനസ്സിലാവുന്നുണ്ട്. നാരായണീന്റെ 3 മക്കളില് തുടങ്ങുന്നത് ജസ്റ്റ് ഒരു ബീറ്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ആ ബീറ്റ് വെച്ച് തുടങ്ങുന്നു, പിന്നെ ഒരു കോമിക്കൽ എലമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, പിന്നെ ഒരു സസ്പെൻസിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിന് ഈ മ്യൂസിക് എന്ന് പറയുന്ന എലമെന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ട്രെയിലറിൽ വായിച്ച കോമന്റ്സിൽ ഒരു കോമന്റ് ആണ്, സൈലന്റ് ആയിട്ട് വന്ന് ഹിറ്റ് അടിക്കാൻ പോകുന്ന ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും എന്നുള്ളത് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആസ് എ മ്യൂസിക് ഡയറക്ടർ എന്താണ് അതിൽ കൊടുത്തിട്ടുള്ള കാര്യം? കമന്റ്സിലൊക്കെ ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട് കമന്റ്സ്. പക്ഷെ സന്തോഷം, കാരണം ഈ ഡയറക്ടറിന്റെ ഒരു ശരൺ എന്ത് കഥയാണ് പറയാൻ ഉദ്ദേശിച്ചത്, ഹി ഹാസ് ഡൺ ഇറ്റ് ട്രൂ ടു ദ കോർ. അതിനു വേണ്ടി ഒരു ധൃതിയില്ല സിനിമയില്, ഒന്നിനും ഒരു ധൃതിയില്ല. ലൈക്ക് ഒന്നിനും ഒരു ഓക്കെ ഇവിടെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇങ്ങനെ വേണം, അവിടെ നിന്ന് അങ്ങനെ ലാഗ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ മ്യൂസിക് വേണ്ടടുത്ത് മാത്രമേ ഉള്ളൂ. അല്ലാത്തടത്തൊക്കെ ഒരു റിയലിസ്റ്റിക് സൗണ്ട് ഡിസൈനും എല്ലാം കൂടെ കൂടി ചേർന്ന്, സൗണ്ട് ഡിസൈൻ ആണോ മ്യൂസിക് ആണോ അല്ലെ കൂടി കയറി ഇറങ്ങി അങ്ങനെയാണ് അതിന്റെ ഒരു സെൻസ് ഓഫ് ഏർജൻസി ഇല്ല. ഒരു കൈയടക്കം ഉണ്ടല്ലോ, അത് ബ്യൂട്ടിഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ആ സിനിമയുടെ ഒരു പ്രത്യേകത, സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥയുണ്ട്, ഒരു ചില സട്ടിൽ രാഷ്ട്രീയങ്ങളുണ്ട്, ഓഫ് കോഴ്സ് തീർച്ചയായും, പക്ഷെ വെരി സട്ടിൽ ആയിട്ടുള്ള നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുവരുന്ന, പലപ്പോഴും നമ്മൾ ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്കും സിനിമയിൽ ഉപയോഗിക്കും ചിലപ്പോൾ ലൗഡ് ആവാറുണ്ട്. അങ്ങനെയൊന്നും അല്ലാണ്ട് വളരെ സട്ടിലായിട്ട് ഇത് ആലോചിച്ചാൽ ഇതാണ് ഉദ്ദേശിച്ചത് അല്ലെ എന്ന് പറയുന്ന രീതിയിലുള്ള, ബട്ട് ത്രൂ ദ ക്യാരക്ടേഴ്സ്, ഹൗ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ്, റിലേഷൻഷിപ്സിനെ പറ്റിയും നമുക്ക് ചുറ്റുമുള്ള രാഷ്ട്രീയങ്ങളുടെ ഇപ്പോഴത്തെ പ്രസക്തിയെ പറ്റിയും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ സട്ടിലായിട്ട്, ഒട്ടും ലൗഡ് അല്ലാണ്ട്, ഒട്ടും ജഡ്ജ്മെന്റൽ അല്ലാണ്ട്, ഒരു പക്ഷവും പിടിക്കാതെ ഒരു കൂട്ടത്തിൽ വാട്ട് ഹാപ്പൻസ്, ഈ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, ദിസ് ഇസ് വാട്ട് ദേ ടോക്ക്,
ദിസ് ഇസ് വാട്ട് ഹൗ ദേ ബിഹേവ്, ആ ഒരു സാധനം. പിന്നെ അതിന്റെ ഒരു കാസ്റ്റിംഗ് എന്ന് തന്നെ പറഞ്ഞാലും അതൊരു അയ്യോ, ജോജു ചേട്ടനും ഞാൻ അത് ഈ കഥ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരണോട് ചെയ്യും, ഇവരൊക്കെ സമ്മതിച്ചോ ഇത്രയും പേര് ഒരുമിച്ച് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഓൾ ബിലീവ്ഡ് ഇൻ ദ സ്ക്രിപ്റ്റ്. ആദ്യം ജോജു ആണ് ഓക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ വാവ്, ഓക്കെ. ജോജു ചേട്ടൻ ബാക്ക് ടു ബാക്ക് ഹിറ്റിനുപരി ഈസ് ഓൾസോ വെരി അമേസിംഗ് പെർഫോമർ. എല്ലാവരും, സുരാജ് ആണെങ്കിലും അലൻസിയർ ചേട്ടനാണെങ്കിലും കോമ്പറ്റീഷൻ, അത് ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇന്നൊരു പ്രസ് മീറ്റിൽ ഇതുപോലെ പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് നിങ്ങൾ ഇതിനു വേണ്ടി ഇത്രയും പേര്, ഞങ്ങൾ രാവിലെ എണീറ്റ് 100 മീറ്റർ ഓടും എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആര് ജയിക്കും അയാളാണ് അന്നത്തെ ഹീറോ. ചോദിച്ചാൽ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, ഈ ഒരു മുറിയിൽ ആണെന്ന് തോന്നുന്നു. ഇതിലെ പാട്ടുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വിരൽ തൊടും എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട് അല്ലെ, ഒന്ന് പാടാമോ ചേട്ടാ? പാടാം. വിരൽ തൊടും ഈ ഡയറക്ടറിന്റെ ശരണ്ടെ അമ്മ KS ഉഷ അവരാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. ഓൾസോ ദിസ് സോങ് ഇസ് എ പോയട്രി. ഒരു പോയട്രിയില് ഇതിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ പല്ലവി, അതിന്റെ ഒരു അനുപല്ലവി, അതിന്റെ ഒരു തിരിച്ചുള്ളൊരു പല്ലവി, അങ്ങനെയൊന്നുമില്ല. ഒരു എൻറ്റയർലി എല്ലാം ഡിഫറെന്റ് ലിറിക്സ് ആണ്. ഒരു പല്ലവി റിപ്പിറ്റേഷൻ ഒന്നുമില്ല. നമ്മൾ അതും ഒരു ലൈൻ പോലും നമ്മൾ യൂസ് ചെയ്യാതെ ഇരുന്നിട്ടില്ല. എൻറ്റയർ പോയട്രി ഒരു കവിതയാണത്. കവിത അതുപോലെ ഈ സിനിമയുടെ ഒരു നല്ലൊരു ജംഗ്ഷനിൽ വരുന്നൊരു പാട്ടാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഒരു ഡയലോഗിൽ ഒരു പെർട്ടിക്കുലർ, ഞാനിപ്പോ പറയുന്നില്ല, ഒരു ഗസലിനെ പറ്റിയുള്ള ഒരു മെൻഷൻ ഉണ്ട്. ഒരു ക്യാരക്ടറിന് ഇഷ്ടമാണ്, അപ്പൊ എപ്പോഴും കേൾക്കും, അതൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ദാറ്റ് ഡയറക്ടർ വാണ്ടഡ് ആക്ച്വലി ടു യൂസ് ദാറ്റ് സോങ്. അതെങ്ങനെ നമുക്ക് പറ്റുമോ? പക്ഷെ അത് പോസിബിൾ അല്ല. ഇറ്റ്സ് എ വെരി ഫേമസ് ഗസൽ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് അതുപോലെ ഫീൽ ചെയ്യുന്ന വേണമെങ്കിൽ ആ രാഗത്തിൽ തന്നെയുള്ള ഒരു പാട്ട് അതിനൊപ്പം പോകുന്ന പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് സിനിമയുടെ ഒരു ഈ പറഞ്ഞ ഒരു ട്രാൻസിഷൻ തന്നെയാണ്. അത് ഞാൻ വിരൽ തൊടും നിറം കുളിർ കാറ്റു പോലെ വരും സ്വരം തരും മോഹം നോവായി നേരായി നിറയും ഉയിരായി കിനാവിൻ പിറാവായി വരൂ ചാരേ വിരൽ തൊടും നിറം കുളിർ കാറ്റു പോലെ. സൂപ്പർ. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോഴേ നമ്മൾ പണ്ടത്തെ ഋതു മൂവിയില് സെയിം രാഗമാണ് അല്ലേ? അപ്പൊ അത് ചേട്ടൻ അത് പർപ്പസ്ഫുള്ളി എങ്ങനെ ചെയ്തതാണോ? അല്ല, ഈ പറഞ്ഞ ഗസല് ഈ രാഗമാണ്. അപ്പൊ ഐ വാണ്ടഡ് ഇറ്റ് ടു ബി, അത് ആ ക്യാരക്ടർ അത് അതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഐ വാണ്ടഡ് ഇറ്റ് ടു ഫീൽ ലൈക്ക് ഇറ്റ് ബിലോങ്സ് ടു ദ സെയിം ഫാമിലി, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള. അപ്പൊ മറ്റേത് യാദൃശ്ചികത ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പാട്ടിനൊരു ഇപ്പൊ നല്ലൊരു, ഓഫ് കോഴ്സ് ഈ പാട്ട് കേൾക്കുമ്പോൾ അതിനൊരു ചെറിയൊരു സെൻഷ്വൽ ആംഗിൾ ഉണ്ട് ഇതിന്റെ ലിറിക്കലി ആണെങ്കിലും മ്യൂസിക്. അതിപ്പോ പറയാൻ ഇത് സ്പോയിലർ ഒന്നും അല്ല, ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ സോങ്. അപ്പൊ അതിനൊരു സോഫ്റ്റ്നെസ്, മറ്റു സോങ്സ് ഒക്കെ എങ്ങനെയാണ്? പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇവരുടെ ചൈൽഡ്ഹുഡിനെ ഡെപ്പിക്ട് ചെയ്യുന്ന ഒരു പഴയ പാട്ട് പോലത്തെ, ഇതുപോലെ തന്നെ പഴയ പാട്ട് എന്ന് പണ്ടൊന്നും ഇറങ്ങിയ ഒരു വിന്റേജ് ഒരു എന്താ പറയാ ഒരു ടേൺ ഇതില് പ്ലേ ചെയ്യപ്പെടുന്ന ഒരു പാട്ടാവാം. അതൊരു മോഡേൺ ഒരു അതിന്റെ ഒരു അറേഞ്ച്മെന്റിൽ പ്ലേ ചെയ്യും. പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതിനു വേണ്ടി. ഒരു പഴയ പാട്ട് എടുക്കുമെന്നല്ല, അപ്പൊ കേൾക്കുമ്പോൾ വേണമെങ്കിൽ അതൊരു റേഡിയോ എന്നുള്ളൊരു എടുത്ത് സാമ്പിൾ ചെയ്ത് യൂസ് ചെയ്ത് തോന്നണം. അല്ല, അത് പുതിയതായിട്ട് തന്നെ നമ്മൾ ചെയ്തു. ആൻഡ് അത് പഴയ റേഡിയോയിലൊക്കെ കേൾക്കുന്ന രീതിയിലുള്ളൊരു രീതിയിൽ അത് ട്രീറ്റ് ചെയ്ത് പിന്നെ എന്നിട്ട് അതിനൊരു മോഡേൺ അറേഞ്ച്മെന്റ് കൊടുത്തു. അപ്പൊ അത് പാട്ട് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമ്പോൾ കേൾക്കാലോ. ഈ ഫിലിമിന്റെ ട്രെയിലറിലുണ്ടല്ലോ ഒരു ലാസ്റ്റ് പോർഷൻ എനിക്ക് തോന്നുന്നു. അല്ല, അതൊരു ദാറ്റ്സ് അനദർ ഒരു ലവ് സോങ് പോലത്തെ ഒരു പാട്ടാണ്, ക്യാരക്ടർ പാടുന്ന പോലത്തെ ഒരു പാട്ടാണ്. പിന്നെ അതുപോലെ ഒരു ഫോക്ക് സോങ് ഉണ്ട്, അത് സിനിമ തുടങ്ങുന്നത് ആ ഫോക്ക് സോങ് വെച്ചിട്ടാണ്. അതൊരു ഈ പറഞ്ഞ പോലെ കുറെ ആളുകൾ ഈ നാരായണിയുടെ 3 ആൺമക്കൾ ഒരുമിച്ച് വരുന്നു ആ സിനിമയിലേക്ക്, അതാണ്. അപ്പൊ ആ ഒരു എല്ലാരും കൂടെ തിരിച്ചെത്തുന്നു, ഒരു റിട്ടേൺ, കമ്മിങ് ബാക്ക് ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. ഇതുപോലെ തന്നെ ഡയറക്ടർ വാണ്ടഡ്
ഏതൊരു ഉള്ളൊരു ഫോക്ക് സോങ് വേണമെന്നുണ്ടായിരുന്നു. ബട്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം അവർ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമല്ലോ ഈ പാട്ടാണ് ഇവിടെ വരേണ്ടത്, അല്ലെങ്കിൽ ഇതുപോലൊരു പാട്ടാണ് വരേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ ലെറ്റ്സ് മേക്ക് എ സോങ് വിച്ച് ഷുഡ് ബി ഇപ്പോൾ ആരോ റെക്കോർഡ് ചെയ്തൊരു ഫോക്ക് സോങ് ആവാം, എന്നിട്ട് നമ്മളത് യൂസ് ചെയ്തു എന്ന് തോന്നുന്ന രീതിയിൽ ലെറ്റ്സ് മേക്ക് സംതിങ് ന്യൂ. അങ്ങനെ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ ഈ മ്യൂസിക് ഡയറക്ടേഴ്സിനെല്ലാം സോങ്ങിന്റെ ഒരു ജോണർ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം കൊടുക്കും. എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ ആണെന്നില്ല, ചിലർ ഈ പറഞ്ഞ പിന്നീടുള്ള ചർച്ചകളായിരിക്കാം. പക്ഷെ ചിലര് സ്ക്രിപ്റ്റിൽ തന്നെ they write while tripping to the music. അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം മ്യൂസിക് കേട്ടോണ്ടൊക്കെ ട്രിപ്പ് ചെയ്ത് ഇപ്പൊ ഇതിപ്പോ ഈ സിനിമ എൻ്റെ അടുത്തേക്ക് വരുമ്പോ ഈ ഡയറക്ടർ എൻ്റെ പാട്ടുകൾ നേരത്തെ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പൊ ഹി വാണ്ടഡ് ടു വർക്ക് വിത്ത് മീ ഫോർ ഫസ്റ്റ് ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിലാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പൊ അത് നമുക്ക് സന്തോഷമാണ്. അപ്പൊ ഒരാളുടെ ഒരു ലോങ് ടേം ഡ്രീമാണല്ലോ ഒരു സിനിമ, ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്, ആദ്യത്തെ മേജർ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഭാഗമാകാൻ പറ്റുന്ന യു ആർ പാർട്ട് ഓഫ് എ ബിഗ് ജേർണി, ഒരു ബിഗ് ഡ്രീം. അത് ഓൾവേസ് എ ഹാപ്പിനെസ്. അതിന് മുമ്പ് ചേട്ടൻ അമൃത, ഏഷ്യാനെറ്റ് അതിന്റെ എല്ലാം ചാനൽസിന്റെ ഒക്കെ തീമുകൾ ചെയ്യുമായിരുന്നു. അതിനുശേഷം വൺസ് ഒരു മൂവിയിൽ ഇതിലോട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ ഒരു ഇടയ്ക്ക് നമ്മുടെ സമയം പോലെ. അതെ 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 കറക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് കുറേ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ചേട്ടൻ്റെ ടൈം സ്പെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അറോറ നെറ്റ്വർക്ക് മീഡിയയുടെ പേരിലും താങ്ക്സ്. അപ്പോൾ ഇനി എന്തായാലും റിലീസ് ആവാൻ പോകുന്ന സിനിമകൾ നാരായണീന്റെ മൂന്നാൺമക്കൾ നന്നായി, ആഭ്യന്തര കുറ്റവാളിയുടെ സ്കോർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സിനിമകൾ വരാനുണ്ട്, 2-3 സിനിമകൾ. കാലന്റെ തങ്കക്കൂടം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരു കിടലം പരിപാടിയാണ്. എല്ലാം നന്നായി വരട്ടെ. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.